വിവരം വേണം, വിവരം. മാമ, ഞാൻ കൺമഷിയെ. നിങ്ങൾ എന്തിനാ അവന്റെ മെക്കിട്ട് കയറുന്നത്? പറയേണ്ടത് ഇവിടെയാ. പ്രായമായി എന്നുള്ള ബോധമില്ലാതെ മരം കയറി നടന്ന് ഓരോന്ന് നാലാൾ അറിയാതെ ഒതുക്കി തീർക്കേണ്ട കാര്യം നാട്ടുകാരെ മുഴുവൻ അറിയിക്കേണ്ട ആവശ്യമുണ്ടോ? പരമോ, നീ എന്നാ சொல்றே? പെൺകുട്ടികളോട് മര്യാദകൾ കാണിക്കുന്ന ആമ്പിള്ളേരെ ഇതല്ലാതെ വേറെ എന്താ ചെയ്യേണ്ടത്? ഇവൻ കൊടുത്തത് പോരാന്നേ ഞാൻ പറയും. അക്കാക്ക് ഇതങ്ങ് പറഞ്ഞിട്ട് പൊള്ളാച്ചിക്ക് വണ്ടി കയറിയാ മതി. ഇവിടെ കിടന്ന് അനുഭവിക്കണ ഞങ്ങളാ. ഇവൻ അല്പമെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഈ കാര്യം എന്റെ അടുത്തല്ലേ ആദ്യം എന്ന് പറയേണ്ടത്. ഓർക്കണം, കൺമഷി ആ നിലയിൽ കണ്ടപ്പോ ഞാൻ വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തവനാ. പക്ഷേ എന്റെ മനസ്സ് സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് അങ്ങനെ ആയിപ്പോയി ഞാൻ. ഹലോ, ഹായ് ഡാഡി. ഡാഡി എവിടുന്നാ? ഫ്രം മുംബൈ. ടൂർ കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. ഹൗ ഈസ് യുവർ ജോബ്? ഇറ്റ്സ് ഗോയിങ് ഓൺ. അല്ല, നിനക്ക് അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? നോ നോ, ഒരു പ്രശ്നവുമില്ല. പിന്നെ മുത്തച്ഛൻ എന്ത് പറയുന്നു? ഡാഡി പറഞ്ഞ പോലെ തന്നെ, ഓൾവേസ് അരഗന്റ് ആൻഡ് അഡമന്റ്. ഒരു മാറ്റമില്ല. നീ ആരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായോ? ഏയ്, മനസ്സിലായ ആ നിമിഷം ഞാൻ പടിക്ക് പുറത്താ, നോ ഡൗട്ട്. ശരിയാ, മുത്തച്ഛന്റെ മനസ്സിൽ ഇപ്പോഴും നമ്മളോട് ദേഷ്യം ഉണ്ടാവും. ആ, വർഷങ്ങൾ ഇത്ര കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിലെ മുറിവ് ഇപ്പോഴും ഉണങ്ങി കാണില്ല. ഡാഡി, ഹൗ ഈസ് മമ്മി? ഷീ ഈസ് ഓൾ റൈറ്റ്. ഐ വിൽ കോൾ യു ലേറ്റർ. ഓക്കേ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അയ്യോ, നാളെ എപ്പോഴും കൺഫ്യൂഷൻ. അതെ, എഴുന്നേക്കാൻ. എന്താ? നിന്റെ ദീർഘവീക്ഷണവും വക്രബുദ്ധി അപാരം തന്നെ. നീ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കി. ഞാൻ കണ്ടുപിടിച്ചതേ. ഈ നട്ടുപാരിക്ക് നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചെന്നാ? ഇവിടെ അവതരിച്ചിട്ടില്ലേ ഒരു വിഷ്ണു, അവന്റെ അവതാര രഹസ്യം. അവൻ ആരാണെന്ന് എനിക്കറിയോ? കണ്ടുവിടുന്ന് ഇറങ്ങിപ്പോയില്ലേ അനന്തകൃഷ്ണൻ, അമ്മാവന്റെ മകൻ ഉണ്ണി, അവന്റെ മകനായി ഇവൻ. ഉണ്ണി വിഷ്ണുവിനോട് ഫോണിൽ സംസാരിക്കുന്ന ഇപ്പൊ കേട്ടു. ഈ സത്യം അമ്മാവൻ അറിഞ്ഞാൽ അവൻ ആ നിമിഷം ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും. എനിക്കതിപ്പോ കാണണം. നിങ്ങൾ എങ്ങോട്ടാ മനുഷ്യ? അമ്മാവനോട് പറയാം. നിങ്ങൾ ഈ സമയത്ത് എന്ന് പറഞ്ഞ അമ്മാവൻ വിശ്വസിക്കില്ല. തന്നെയെന്ന് വിചാരിക്കും. തക്കതായ തെളിവ് വേണം അമ്മാവൻ വിശ്വസിക്കണമെങ്കിൽ. മൈ ഡിയർ സബോർഡിനേറ്റ്സ്, ഐ അപ്രീഷിയേറ്റ് ഇന്റലിജൻസ്. തൊണ്ടി, ദാറ്റ്സ് മസ്റ്റ്. അത് കണ്ടുപിടിക്കണം. കാണുന്നതേ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നില്ല, പിന്നല്ലേ കാണാത്ത പിടിക്കാൻ പോന്നെ. കടന്നുറങ്ങും മനുഷ്യ. ഇന്ന് ഞാനൊരു തെളിവ് ഒപ്പിക്കും. അയ്യോ, വക്കീലങ്ങൾ എന്താ ഇവിടെ പതുങ്ങി നിൽക്കുന്നത്? അതെ, ഒരു പെരിച്ചാഴി ഇങ്ങോട്ട് കയറി പതുങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. എന്റെ അലമാരിക്കകത്താണോ പെരിച്ചാഴി? ചില പെരിച്ചാഴികൾ അലമാരിക്കകത്ത് മാത്രമല്ല, ഫാക്ടറി വരെ വിളയാടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനെയും ഞാൻ പോച്ച് പുറത്തി അടിക്കും. അപ്പൊ വക്കീല് പണി നിർത്തി പെരിച്ചാഴി പിടുത്തത്തിന് ഇറങ്ങിയിരിക്കുകയാണോ എല്ലാ വക്കീലന്മാരും? അതങ്ങനെ മനസ്സിലായി? മോന്റെ അച്ഛൻ മുംബൈ വക്കീലാണോ? അല്ല, ജഡ്ജിയാ. ജഡ്ജി ഇപ്പൊ വിളിക്കാറില്ലേ? പിന്നെ ഇന്നലെയും കൂടി വിളിച്ചിരുന്നു. ഓഹോ, നിങ്ങളെല്ലാം അന്വേഷിച്ചതായി പറയാനും പറഞ്ഞു. എന്നെ അന്വേഷിച്ചിട്ട് ഫോൺ ഞാൻ കേട്ടില്ലല്ലോ. അല്ല, എന്നെ അന്വേഷിക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞതായിരുന്നു. മോനെ, ഈ മാല ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുള്ള പോലെ. നോക്കട്ടെ. കണ്ടത് വേറെ എവിടെയല്ല, എന്റെ കഴുത്തിൽ തന്നെയാ. അതെ, ഞാൻ ഒന്ന് നോക്കട്ടെ. മാറാൻ, എനിക്ക് ഓഫീസിൽ പോണം. ഒന്ന് നോക്കട്ടെ. എന്തൊരു കഷ്ടം. നോക്കട്ടെ, എന്റെ മാലയെ തൊട്ട് കളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. മാറിക്കേ. തൊണ്ടി കൈ കിട്ടിയതായിരുന്നു, പക്ഷെ തെണ്ടിപ്പോയി. എന്ത് തോന്നിവാസോട് താനും കാണിച്ചത്? എല്ലാം തട്ടിത്തെറിപ്പിച്ചിട്ടും നിൽക്കുന്ന കണ്ടില്ലേ? അശ്രീകരം.
സോറി. സോറി അമ്മാവന്റെ കാൽ കവിണ് മാപ്പി ചോദിക്കടാ. എനിക്കൊരു അബദ്ധം പറ്റി, അതിന് ഞാൻ സോറിയും പറഞ്ഞു. അല്ലാതെ കാല് പിടിക്കാനൊന്നും എനിക്ക് പറ്റില്ല. വിഷ്ണു നീ ആന്റി ഒന്നും പറയണ്ട. കുറെ ദിവസമായി ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട്. മിണ്ടാൻ പാടില്ല, അനങ്ങാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല. ഇതെന്താ കോൺസെൻട്രേഷൻ ക്യാമ്പ്? ആരെങ്കിലും നിർബന്ധിച്ചോട് താമസിക്കാൻ ഇറങ്ങി പോരുതോ? അങ്ങനെ ഇറങ്ങിപ്പോകാൻ വന്നവനല്ല ഞാൻ. എല്ലാവരെയും ചവിട്ടി പുറത്താക്കിയല്ലേ നിങ്ങൾക്ക് ശീലം? തെറ്റ് ചെയ്തതും പോരാ, എന്നിട്ട് എന്നെ പഠിപ്പിക്കുന്നു. സ്വന്തം ജീവിതം ഇങ്ങനെയായതേ നിങ്ങളുടെ ഈ ഇടുങ്ങിയ ചിന്താഗതി കൊണ്ടാ. മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. സ്വന്തം സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി മാത്രമേ നിങ്ങൾ വില കൽപ്പിച്ചിട്ടുള്ളൂ. അനുഭവിക്കും, ഈ ജന്മം മുഴുവൻ നിങ്ങൾ അനുഭവിക്കും. ഇറങ്ങാ വെളിയില്, ഇല്ലെങ്കിൽ അടിച്ചിറക്കി ഞാൻ. എല്ലാവരെയും അടിച്ചിറക്കാൻ എളുപ്പം, പക്ഷെ ഒരാളെയെങ്കിലും സ്നേഹത്തോടെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂ. അതിനെ മനസ്സിലൊരല്പം നന്മ വേണം. അതില്ലാത്ത കൊണ്ടല്ലേ സ്വന്തം മകനെ നിങ്ങൾ ഇവിടെ അടിച്ചിറക്കിയത്. എന്താ പറഞ്ഞത്? ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല. അമ്മാവാ അത് ഒന്നും വിട്ടരുത്. ഇവൻ ഈ പടിയിറങ്ങാതെ ജലപാനം പോലും ഞാൻ കഴിക്കില്ല, സത്യം. ഈ മാല ഞാൻ പൊക്കും. എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടും എനിക്ക് പറ്റുന്നില്ല. ഇനി ഒരു നിമിഷം പോലും ആ വീട്ടിൽ നിൽക്കരുതെന്നാ കിഴവന്റെ ഉത്തരവ്. ഞാൻ നാളെ തന്നെ ബോംബെക്ക് പോവാ. അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം ഡാഡിയോട് സംസാരിച്ച് ഓക്കെ ആക്കിയിട്ട് ഒരാഴ്ചക്കകം ഞാൻ തിരിച്ചു വരും. അതെ, ഞാൻ വന്ന് വിളിക്കുമ്പോ ഇറങ്ങി വരാൻ തയ്യാറായിരുന്നോളാം. ഇറങ്ങി വരാനോ? അതെ, വരില്ലേ? അങ്ങനെ വിളിക്കുമ്പോഴേക്ക് ഇറങ്ങി വരാൻ എന്നെ കൊണ്ട് പറ്റില്ല. മര്യാദയ്ക്ക് എന്റെ അപ്പാவோட അടുത്ത് വന്ന് കാര്യങ്ങൾ സംസാരിക്കണം. അപ്പാവിടെ അടുത്തോ? എന്താ പേടിയുണ്ടോ? എന്നെ പിടിച്ചു നിർത്തി ഐ ലവ് യു എന്ന് പറയാൻ എന്തൊരു ചങ്കൂറ്റായിരുന്നു. ആ ചങ്കൂറ്റത്തെ ഇവിടെയാ കാണിക്കേണ്ടത്. ചങ്കൂറ്റത്തിനൊന്നും ഇപ്പോഴും ഒരു കുറവുമില്ല. വന്ന് ചോദിക്കുമ്പോ മോളെ വിട്ടു തരാനുള്ള ഗട്ട്സ് അയ്യർ കാണിച്ചാ മതി. ഇല്ലെങ്കിൽ കൈവിട്ട കളി കളിക്കേണ്ടി വരും എനിക്ക്. എന്താ ഭീഷണിയാണോ? ആ, ഭീഷണിയാണെന്ന് തന്നെ കൂട്ടിക്കോ. എങ്കിലേ ഭീഷണിയുടെ ആവശ്യമൊന്നും വേണ്ടി വരില്ല. ഞാൻ എന്നും പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതേ വേറൊരു കരിങ്കൽ പ്രതിമയ്ക്ക് മുന്നിലല്ല. പേടിച്ചു പോയല്ലോ. ഞാനും. എന്താ ചൂട്? വരുന്നോ? ഇല്ല. ആ, അതെന്താ സാധനം? അതാ ഞാനും ആലോചിക്കുന്നു. എന്താ ഇത്? എന്ത് പറ്റി? പൊങ്ങ്. പൊങ്ങ്. സക്സസ്.
അയ്യോ നിക്കടാ നിക്കാനാ പറഞ്ഞു. തുറക്കാൻ. Oh, manners. May I come in? Oh, poor man is sleeping. കിട്ടി കിട്ടിപ്പോയി. അയ്യോ മണ്ടടിച്ച് പൊട്ടിക്കരുത്. ഇത് ഞാനാ അഡ്വക്കേറ്റ് ഭാസ്കരൻ. എന്തോന്നാടാ ഈ വേഷത്തില്? കോടതിയിൽ ഞഞ്ഞാ പുഞ്ഞാ വായിട്ടലക്കൽ മാത്രമല്ല ഒരു വക്കീലിന്റെ ജോലി. ഇൻവെസ്റ്റിഗേഷൻ. അതിനുവേണ്ടി ഏത് കോലവും കിട്ടും. അതിലൊരു കോലമാണിത്. നീ കള്ളു കുടിച്ചു? ഇല്ല. കഞ്ചാവ് വലിച്ചിട്ട്? അമ്മാവനാണില്ല. ഇത് രണ്ടും കേറ്റാതെ ഞാൻ ഒരു പരമമായ സത്യം കണ്ടുപിടിച്ചു. പാതിരാക്കി പരമമായ സത്യം. പോയി കിടന്ന് ഉറങ്ങണം. ഇല്ല, ഈ സത്യം പറയാതെ എനിക്ക് ഉറക്കം വരില്ല. നമ്മുടെ സ്വൈരവും സ്വസ്ഥതയും കെടുത്താൻ ടെക്സ്റ്റൈൽ ഡിസൈനർ എന്നും പറഞ്ഞ് ഇവിടെ എത്തിയിരിക്കുന്ന ആ ധൂമകേതു, പൂശാന്താടി, പൂച്ചക്കണ്ണൻ, അവൻ ആരാണെന്ന് അമ്മാവൻ അറിയോ? ജയരാജന്റെ മകൻ അല്ല, അമ്മാവന്റെ മുഖത്ത് കരിവാരി തേച്ചിട്ട് ഒരിക്കൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലേ ഉണ്ണി, അവന്റെ മകൻ. അമ്മാവന്റെ കൊച്ചുമകൻ വിഷ്ണു. എമ്മാടിത്തരം പറയുന്നു. അടിക്ക്, ഇനി അടിക്ക്. പക്ഷെ ഇത് കണ്ടിട്ട് അമ്മാവൻ തീരുമാനിക്ക് ആരെ അടിച്ച് പുറത്താക്കണമെന്ന്. ഓർമ്മയുണ്ടോ ഈ മാല? പണ്ട് അമ്മാവൻ ഉണ്ണിയുടെ കഴുത്തിലിട്ട് കൊടുത്ത ഈ മാല വിഷ്ണുവിന്റെ കഴുത്തിൽ വരണമെങ്കിൽ അവൻ ആരായിരിക്കും? യുവർ ഗ്രാൻഡ് സൺ.